ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് തഴുതാമ. ഇന്നിപ്പോൾ ഞാനൊരു ചെറിയ തോരൻ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എനിക്ക് തഴുതാമയുടെ ഇല തോരൻ വെക്കണം, പക്ഷെ അത്രയും ഇല കൊണ്ട് ഒരു തോരനൊട്ട് ഒക്കില്ല. എന്നാലും എനിക്ക് തഴുതാമ ഇന്നിപ്പോൾ കളയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ആ തഴുതാമയും കുറച്ച് അല്ലറ ചില്ലറ ഇലകളെല്ലാം പറിച്ചൊരു തോരൻ എന്ന പരിപാടി. അപ്പോൾ അതിനൊരു കോവലിൻ്റെ കൂമ്പല, തഴുതാമ, പിന്നെ എന്നതാ നമ്മുടെ മൽബറിയുടെ ഇല. നിങ്ങളാരും മൽബറിയുടെ ഇല തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടോ? പക്ഷെ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് അത് തോരൻ വെക്കുമ്പോൾ. പിന്നെ എനിക്ക് പേരറിയത്തില്ലാത്തൊരു കുഞ്ഞില, പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ സാമ്പാർ ചീരയൊക്കെ ഇല്ലേ, അതിൻ്റെ കുഞ്ഞില പോലെ ഇരിക്കും. പക്ഷെ സാമ്പാർ ചീരയുടെ ഒരു വഴുവഴുപ്പ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ 4 കൂട്ടം ഇല വെച്ചാണ് ഇന്നത്തെ തോരൻ്റെ പരിപാടി. അപ്പം അമ്മ അത് കഴുകി നല്ലപോലെ വെള്ളം വാർത്തി കളഞ്ഞിട്ട് കുനുകുനാന്ന് എനിക്ക് അരിഞ്ഞു തന്നു. ഇന്നിപ്പോൾ അമ്മ വീട്ടിൽ വന്നിട്ടുള്ള ദിവസവും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഞാൻ ഉള്ള എല്ലാം കൂടെ വലിച്ചു വാരി കണ്ടിച്ച് പറക്കി ഉണ്ടാക്കലാണ് പരിപാടി. അപ്പോൾ അമ്മ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ലപോലെ കുനുകുനാന്ന് അരിഞ്ഞു തന്നു. അപ്പോൾ ഈ ഇലകളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് സവോള അതേപോലെ തന്നെ കട്ടി കുറച്ച് അരിയണം. അല്ലെങ്കിൽ നമ്മൾ ഇല വേവും സവോളയൊന്നും വേവില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ സവോളയും നല്ല കുനുകുനാന്ന് ചീരയുടെ പാകത്തിന് അരിഞ്ഞെടുക്കണം. വേറെ ഒന്നും വേണ്ട കേട്ടോ. സവോളയും ഈ ഇലകളും അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കി വെച്ചു. എന്നിട്ട് പിന്നെ ഒരു ചട്ടി എടുത്തു, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത്രയും പുകയുടെ ഒരു പ്രശ്നമുള്ളതായി ഞാൻ അറിയുന്നത്. കരിഞ്ഞു പോയൊന്നുമല്ല കേട്ടോ, പാത്രം ഓവറായിട്ട് ചൂടായതാണ്. അതിൻ്റെ ഒരു പ്രശ്നമാണ്. കുറച്ച് നേരത്തേക്ക് പുകയുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ ഇന്നെൻ്റെ തോരൻ കുളമാവുമല്ലോ, പുകയും കരിച്ചവയൊക്കെ ആവുമല്ലോ എന്ന്. പക്ഷെ അങ്ങനെയൊന്നും വന്നില്ല കേട്ടോ. അത് ആ പാത്രം ഓവറായിട്ട്, സ്റ്റീലിൻ്റെ പാത്രം, അപ്പോൾ ഓവറായിട്ട് ചൂടായതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ട് അപ്പോഴത്തേക്കും മോള് വന്ന് ഇച്ചിരി ഒച്ചപ്പാടും ബഹളമായപ്പോൾ ഈ ചട്ടിയുടെ കാര്യം ഞാൻ മറന്നുപോയി. അങ്ങനെ ഓവറായിട്ട് ആ ചീനിച്ചട്ടി ചൂടായപ്പോഴാണ് അങ്ങനെ പുക വന്നത്. അതിന് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ തോരന്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ച ചീരയും സവോളയും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ശകലം പോലും കളയരുത്, നമ്മൾ പ്ലേറ്റിലൊന്നും ഇരിക്കരുത്, കാരണം ഇച്ചിരിയല്ലേ നമുക്കുള്ളൂ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും എരിവിനുള്ള കാന്താരി മുളക് പൊടിച്ചതാണ്. എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ കുറച്ച് 2 ചോട് കാന്താരി ഇപ്പുണ്ട്. അപ്പോൾ അതിൽ പഴുക്കുന്ന അപ്പം എടുത്ത് പറിച്ച് 3-4 ദിവസം കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങി വരും. അത് മിക്സിയിലിട്ട് പൊടിച്ചും കൂടെ ഞാനങ്ങ് വെക്കും. അപ്പോൾ ഇത്രയും ഇപ്പം നല്ല എരിവുണ്ടാവും കേട്ടോ. അപ്പം കുറച്ച് ഉപ്പും കാന്താരി മുളക് പൊടിച്ചതും ഇത് രണ്ടും കൂടി ഇട്ട് ഇളക്കി നല്ലപോലെ യോജിച്ച് വരുമ്പോൾ ഒരു ശകലം, എൻ്റെ കൈക്കൊക്കെ ഒരു പിടിയേ ഉള്ളൂ, തേങ്ങ ചിരകി ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി മുഴുവനും ഇട്ട് അപ്പം തന്നെ നമുക്ക് 3 പേർക്ക് കഴിക്കാനുള്ള തോരൻ കിട്ടും. അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി തട്ടിപ്പൊത്തി മൂടി വെച്ചാൽ നമ്മുടെ തോരൻ റെഡി. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം, കമൻറ്റും ചെയ്യണം. എന്തെങ്കിലും പോരായ്മകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയുകയും ചെയ്യണം. ഒരു തുടക്കക്കാരിയുടേതായ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവും. അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് സഹായിക്കണേ.